കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി തലശ്ശേരിക്കാരുടെ പ്രിയ വിഭവമായ കൽമാസ് ആണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. 9 ഭാഗമായാണ് ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഭാഗം മിസ്സായാൽ കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇഫ്താർ വിരുന്നുകളിലെ പ്രമുഖ താരമായ കൽമാസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി ചിക്കൻ വേവിച്ച് എല്ല് നീക്കിയെടുക്കുക. 300 ഗ്രാം ചിക്കനാണ് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്തത്. അടുത്തതായി 1 കപ്പ് തേങ്ങ, 8 ചെറിയുള്ളി, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് ഒരു മിക്സിയിലേക്ക് മാറ്റുകയാണ്. ഒരു 3-4 വട്ടം കറക്കിയെടുക്കുക. ഇത് അധികം അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ഒതുക്കി കിട്ടിയാൽ മതി. അടുത്തത് ഒരു ബൗളിൽ 2.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പത്തിരിപ്പൊടിയാണ് എടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂടെ നേരത്തെ മിക്സിയിൽ ഒതുക്കിയെടുത്ത തേങ്ങ ചേർക്കുകയാണ്. ഇതിൽ ചൂടുവെള്ളം കുറച്ചായി ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ്. ചൂട് കാരണം ഒരു സ്പൂൺ ഉപയോഗിച്ചാണ് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ ഈ വിധം കുഴച്ചെടുത്ത ശേഷം തണുത്താൽ കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. ഇത് തണിയുവാനായി മാറ്റി വെക്കുകയാണ്. ഇനി മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരുക്കാം. 3 സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 8 വെളുത്തുള്ളി അല്ലി, 6 പച്ചമുളക് എന്നിവ മിക്സിയിൽ ചതച്ചെടുത്തത് എടുത്തിട്ടുണ്ട്. ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റുക. വഴറ്റുന്നതിന് മുമ്പ് തന്നെ ഉപ്പിട്ട് കൊടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി വഴറ്റിയ ശേഷം വേവിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഇറച്ചി മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിൽ ചേർക്കുക. ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതാണ്, എങ്കിലും ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായി മുറിച്ചെടുത്തത് ഇതിൽ ചേർത്ത് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. നേരത്തെ കുഴച്ച് വെച്ച അരിപ്പൊടിയിൽ നിന്ന് ഒരു ഉരുളയെടുത്ത് നന്നായി കയ്യിൽ വെച്ച് ഉരുട്ടി കൈവെള്ളയിൽ വെച്ച് പരത്തി കൊടുക്കുക. ഇതിലേക്ക് ഇറച്ചിക്കൂട്ട് വെച്ച് കൊടുത്ത് നന്നായി കവർ ചെയ്യുക. ഉന്നക്കായുടെ ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഇത് 2-3 ചെയ്യുമ്പോഴേക്കും നന്നായി ഇത് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇറച്ചിക്കൂട്ടിന് പകരം മുട്ട വെച്ചും കല്ലുമ്മക്കായ വെച്ചും നമുക്ക് കൽമാസ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. എല്ലാം ഇതുപോലെ ഷേപ്പാക്കി എടുത്തപ്പോൾ 20 എണ്ണം കിട്ടി. അടുത്തതായി ഒരു സ്റ്റീമർ എടുത്ത് വെച്ച് അതിലാണ് കൽമാസ് വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലിത്തട്ടിലും ഇത് വേവിച്ചെടുക്കുവാൻ പറ്റും. ഒരു 20-25 മിനിറ്റ് വേവ് വേണ്ടിവരും. വെന്തുവോ എന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്കിത് 25 മിനിറ്റ് വേവ് വേണ്ടി വന്നു. ഇനി അടുത്ത ഘട്ടം. അതിനായി 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്.
കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കി വെക്കാം. കൽമാസ് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. എരിവ് ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇത് ഇങ്ങനെ തന്നെ കൊടുക്കാവുന്നതാണ്. നമുക്കിത് മുളക് പൊടി ബാറ്ററിൽ മുക്കി ഒരു ഫ്രൈയിങ് പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ വശവും തിരിച്ചിട്ട് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്യുക. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി അവസാന ഘട്ടമാണ്. ഇത് പ്രസന്റ് ചെയ്യുക, കഴിക്കുക. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം കാലിയാവുന്നത് അറിയില്ല. അത്ര ടേസ്റ്റാണ് ഈ കൽമാസ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.